ഇപ്പൊ സിനിമയിലെ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതിപ്പോ സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, അതേപോലെ പുരുഷന്മാരുടെ ഒരു സിനിമയിൽ ചാൻസ് വെച്ച് ചെന്നപ്പോ ഒരു നടിക്ക് എന്താ പറയാ ഒരു ലഹരി പദാർത്ഥം വേണോന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഞാനവിടെ ചാൻസ് വെച്ച് ചെന്നത്, ആ നായികയുടെ വരുന്ന ഞാൻ പറയണ്ട, ചാൻസ് വെച്ച് ചെന്നപ്പോ എന്നോട് അസിസ്റ്റന്റ് ഇങ്ങനെ കുറെ നേരം അവിടെ നിന്ന്. അപ്പൊ വേറൊരാൾ വഴിയാണ് ഞാൻ ചെന്ന്. അപ്പൊ എന്നോട് വെച്ച് ഒരു നായികയുടെ പേരും പറയണ്ട, പുള്ളിക്കാരത്തേക്ക് ഒരു ലഹരി ഒരു സാധനം വേണം, എവിടെയെങ്കിലും കിട്ടുമോന്ന് ചോദിച്ചു. നായികയല്ലേ വെച്ച് അതിന്റെ അസിസ്റ്റന്റ് ചോദിച്ചാ. ഞാൻ പറഞ്ഞു എനിക്ക് അതിന്റെ പരിപാടിയില്ല, ഞാൻ ചാൻസ് വെച്ച് വന്ന, നിങ്ങൾ ആ ചാൻസ് തരാൻ പറ്റുമെങ്കിൽ തരിക. അപ്പൊ അതായത് ചിലപ്പോ നിങ്ങൾ ഈ സാധനം കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ആ പടത്തിന് ചാൻസ് കിട്ടിയാല്. പക്ഷെ എനിക്കത് കിട്ടിയില്ല. ഞാൻ പറയാം എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. കാര്യം ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല ആളല്ല, നമ്മുടെ ലഹരി സിനിമയാണ്. അതിലൊരു ചാൻസ് വെച്ച് തന്നപ്പോ അതിന്റെ അസിസ്റ്റന്റ് പറഞ്ഞ ഡയലോഗാണ്, ഒരു സാധനം കിട്ടുമോന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴൊന്നും ഒരു 8 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. അല്ലെങ്കിൽ അത് ഞാൻ ആ ലഹരി ഞാൻ ആ പുള്ളിക്കാരത്തേക്ക് എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ഞാനിപ്പോ ആ പടത്തിൽ ഉണ്ടായത് നല്ലൊരു വേഷം ഇട്ട് ഉണ്ടായത്. ഞാൻ പറഞ്ഞു എനിക്ക് ആ പരിപാടി ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കലാകാരനെ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട്? അതല്ലേ പറ പല സ്ഥലത്തും ചാൻസ് പോയെന്ന്. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് അതൊരു വിഷമായിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ സിനിമയിൽ ഇത്രയും ചെയ്തിട്ടും ശ്രദ്ധിക്കപ്പെടുന്നില്ല, പക്ഷെ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജനങ്ങൾക്ക് പൈസ കൊടുത്ത് പഠിക്കാൻ പോയ ഒരാളാണ്, എന്നിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് നിങ്ങളത് കാണുന്നത്? ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നാറുണ്ട്, കരച്ചിലൊക്കെ വരാറുണ്ട്. ചില രാത്രികളിൽ നമ്മൾ ഇങ്ങനെ ആലോചിക്കും, നമ്മൾ ഇത്രയും ഫീൽഡിൽ പഠിച്ചിറങ്ങിയപ്പോഴും നമുക്ക് നല്ലൊരു സിനിമയിൽ എത്താൻ പറ്റിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജോർജ് ജോർജൊക്കെ വന്ന വഴി പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് ഞാൻ കാണാറുണ്ട്. പുള്ളിയൊക്കെ ഒരു 10-40 വയസ്സ് കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് നല്ല വേഷങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് അത്ര ആയിട്ടില്ല. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്? എനിക്ക് 100% വിശ്വാസമുണ്ട്. ഞാൻ ഒരു കാര്യം തന്നു ഞാൻ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് നമ്മളെ പറഞ്ഞില്ലേ എത്തേണ്ട സമയത്ത് എത്തും, അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഞാൻ വിഷ്ണുമായ ഭക്തനാണ്. നമുക്ക് ഈ പൊന്നുണ്ണിമായ എല്ലാം പെട്ടെന്ന് തരില്ല, പയ്യെ തരുള്ളൂ. ആ ഒരു വിശ്വസിക്കുന്ന ഒരാളെ. ഏതമ്പലത്തിലാണ് പോവാറ്? ഞാൻ വിഷ്ണുമായ അമ്പലത്തിൽ. എവിടെയാണ്? ഞാൻ തൃശ്ശൂര് പോവാറുണ്ട്, ദേവർമഠത്ത്. ഇവിടെ നമ്മുടെ തൃശ്ശൂർ ആവണങ്ങാട് അവിടെ എല്ലാ പ്രാവശ്യം നമുക്ക് പോകേണ്ട ദൂരം കൂടുതലായതുകൊണ്ട് ഇപ്പൊ തൽക്കാലം വൈറ്റില, ദേവർമഠം അല്ലെങ്കിൽ കാളിയാർമഠം, അരൂര്, ഈ 3 സ്ഥലങ്ങളിൽ മുടങ്ങാതെ വെള്ളിയാഴ്ച പോകുന്ന ഒരു ഭക്തനാണ്.